ഞങ്ങൾ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് ആത്മീയതയുടെ കൊടുമുടി കയറിയ കുറച്ച് കൂട്ടരാണ്. മറ്റ് മതവിശ്വാസികളെ പോലെ, അതിൽ പ്രത്യേകിച്ചും ഇതര ക്രിസ്തീയ വിഭാഗക്കാരെ പോലെ ബൈബിൾ പറയാത്തതായിട്ടുള്ള ആചാരങ്ങളോ ഫെസ്റ്റിവൽസോ അങ്ങനെ യാതൊരുവിധ ആചാരങ്ങളുമില്ലാത്ത ഒരു വിശുദ്ധ കൂട്ടരാണ് ഞങ്ങൾ എന്ന് വീമ്പിളക്കുന്നത് നമ്മൾ പൊതുവിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങൾക്കൊക്കെ, ഇപ്പോൾ കത്തോലിക്കരായിക്കോട്ടെ, ഓർത്തഡോക്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ പല അനാചാരങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങളൊന്നും തന്നെ ബൈബിളിൽ ഇല്ലാത്തതാണ്. പല ആഘോഷങ്ങൾ, അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ക്രിസ്മസ് ഇവർ ആഘോഷിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ക്രിസ്മസിനെ കുറിച്ച് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു പാഗൻ ഫെസ്റ്റിവലാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ 25 തന്നെ ആണെന്നുള്ളതിന് യാതൊരുവിധ ഉറപ്പില്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഈ ക്രിസ്മസ് കാര്യങ്ങളിലൊന്നും ഇടപെടാത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ജനിച്ചതും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുമൊക്കെ ഓരോ ദിവസവും ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേക ഒരു ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ആചാരം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കിയെടുത്ത ബൈബിൾ പറയാത്ത ഒരു ആഘോഷം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിത് ആഘോഷിക്കാത്തത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയൊരു ക്ലെയിം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ പറയാത്തതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പാടില്ല. അവർ മറ്റുള്ളവരെ കളിയാക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിലും യാതൊരുവിധ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ആചാരങ്ങളുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ വിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന പെന്തക്കോസ്തു വിശ്വാസികളുടെ കുറച്ച് ബൈബിളിൽ ഇല്ലാത്ത ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ ഒന്ന് പറയാം. അപ്പോൾ ബൈബിളിലില്ലാത്ത പെന്തക്കോസ്തുകാരുടെ ഒന്നാമത്തെ ഒരു അനാചാരം എന്ന് പറയുന്നത് ശിശുപ്രതിഷ്ഠ എന്ന് പറയുന്നതാണ്. ഇവർക്ക് ഈ വാട്ടർ ബാപ്റ്റിസം കൊച്ചുനാളിലെ ഇല്ലാത്തത് കൊണ്ട് അതിന് പകരമായി ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു കുട്ടി ജനിച്ച് 1-2 മാസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ ശേഷം കുട്ടിക്കൊരു പേരിട്ടതിന് ശേഷം ആ പേര് പാസ്റ്ററുടെ കയ്യിൽ കുട്ടിയെടുത്തതിന് ശേഷം നിന്നെ ഈ പേര് പറഞ്ഞ് വിളിക്കുന്നു, നീ സഭയ്ക്ക് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ, സംഭാവനകൾ ചെയ്യട്ടെ, അതായി തീരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. പ്രതിഷ്ഠിച്ച് ആ ഒരു സഭയിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു പ്രോസസ്സ്, സഭയിലെ ഒരു അംഗമാക്കുകയാണ് പുള്ളിയെ. മറ്റുള്ള ക്രിസ്തീയ സഭക്കാരുടെ മാമോദിസയെ കളിയാക്കിക്കൊണ്ട് മാമോദിസയ്ക്ക് പകരം വെള്ളമൊഴിക്കാതെ അതേ ഒരു പ്രോസസ്സ് ചെയ്യുന്ന പരിപാടിയാണ് ഇവരുടെ ഈ ഒരു ശിശുപ്രതിഷ്ഠ എന്ന് പറയുന്നത്. വെള്ളം ഒഴിക്കുന്നില്ല എന്ന ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. രണ്ടാമതായിട്ടുള്ള ഇവരുടെ ഒരു ആചാരം എന്ന് പറയുന്നത് പാലുകാച്ചൽ കർമ്മമാണ്. ഈ പാലുകാച്ചൽ കർമ്മം എന്ന് പറയുമ്പോൾ മറ്റുള്ള നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൂ, ഹിന്ദുക്കളായിക്കോട്ടെ മറ്റേത് ക്രിസ്ത്യാനികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ, അവർ പുതിയൊരു വീട് വെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് മാറുകയോ ചെയ്യുമ്പോൾ ആ ഒരു വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഈ പാസ്റ്ററിനെ വിളിച്ചിട്ട്, മറ്റുള്ളവരാണെങ്കിൽ അച്ഛനെയോ അവരുടെ തന്ത്രിയോ കാര്യങ്ങളെയൊക്കെ വിളിച്ചിട്ട് വീട്ടിലൊരു സോസ്പാനൊക്കെ വെച്ച് അതിൽ കുറച്ച് പാല് ചൂടാക്കി പാല് തൂക്കി പോകുന്നത് വരെ അങ്ങനെ ഒരു പ്രോസസ്സാണ്. ആ ഒരു കാര്യം ഇവർ ചെയ്യാറുണ്ട്. ഇത് ബൈബിളിൽ എവിടെയാണ് ഉള്ളത് എന്ന് എനിക്ക് എത്ര നോക്കിയിട്ടും കാണാൻ സാധിക്കുന്നില്ല. ഇതൊരാചാരമാണ്. മൂന്നാമത്തെ പ്രശസ്തമായ ആചാരം കല്യാണങ്ങൾ നടക്കുമ്പോഴാണ്. കല്യാണം നടക്കുന്ന സമയത്ത് ചെറുക്കൻ്റെ കൂട്ടരുടെ സൈഡിൽ നിന്നും പെണ്ണിൻ്റെ കൂട്ടരുടെ സൈഡിൽ നിന്നും ഒരു മുതിർന്ന പുരുഷനെ വിളിച്ചു വരുത്തി 2 പേരുടെ സൈഡിലത്തെയും കുറി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിയും ബൈബിളിൽ എവിടെയും രേഖപ്പെടുത്താത്ത ഒരു ദുരാചാരം തന്നെയാണ്. പിന്നീടുള്ള നമ്മുടെ ഒരു പ്രശസ്തമായ പെന്തക്കോസ്തു ദുരാചാരമാണ് കൺവെൻഷൻ പന്തലിനാട്ടൽ എന്ന് പറയുന്ന കർമ്മം. ജനുവരിയിലാണ് ഒട്ടുമിക്ക പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുകളുടെയും കൺവെൻഷൻസ് വരാറുള്ളത്. തിരുവല്ലയിൽ IPC ആയിക്കോട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആയിക്കോട്ടെ, TPM ആയിക്കോട്ടെ, എല്ലാവരുടെയും മെയിൻ ഒരു കൺവെൻഷൻ ഈ ഒരു ജനുവരി ടൈമിലാണ് നടക്കാറുള്ളത്. അപ്പോൾ ഇവർ ആദ്യത്തെ ഒരു തൂണ് നാട്ടുന്നതിന് കുറേ മെയിൻ പാസ്റ്റർമാരെല്ലാവരും കൂടെ പോയിട്ട് തൂണിൻ്റെ മുകളിൽ കൈ വെച്ചുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. കൺവെൻഷൻ തൂണുനാട്ടൽ എന്ന് തന്നെയാണ് ഇവരതിനെ പേരിട്ട് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ബൈബിളിൽ എവിടെ നിന്ന് വന്നു എന്നെനിക്ക് തീരെ മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഞാൻ എത്ര വായിച്ചിട്ടും കിട്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പെന്തക്കോസ്തു വിശ്വാസികളെ, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഞാൻ പഠിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ആ ഒരു വേദഭാഗം, ഈ പറയുന്നതിൻ്റെയൊക്കെ വേദഭാഗം എവിടെയാണ് ഞാൻ കാണാതെ വിട്ടുപോയത് എന്ന് ദയവ് ചെയ്ത് നിങ്ങളെനിക്കൊന്ന് പറഞ്ഞു തരണം. അഞ്ചാമതായി നമ്മുടെ പെന്തക്കോസ്തു വിശ്വാസികൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു ദുരാചാരം എന്ന് പറയുന്നത് ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങുക കൊടുക്കുക എന്ന് പറയുന്നതാണ്. നിയമപരമായി ഡൗറി കൊടുക്കുക വാങ്ങുക എന്നത് തെറ്റാണ് എന്നിരിക്കെ തന്നെ ഇവർ മറ്റുള്ളവരെ സ്ഥിരം കളിയാക്കാറുണ്ട്. അവർ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ 100 പവൻ കൊടുക്കുന്നു, 101 പവൻ കൊടുക്കുന്നു. ഞങ്ങൾ സ്വർണത്തിനൊക്കെ സ്വർണം എന്നൊക്കെ കേട്ടാലേ ഞങ്ങൾക്ക് ഒരുമാതിരി അങ്ങനെ ഫീൽ ചെയ്യുന്ന നമ്മുടെ പെന്തക്കോസ്തുകാർ ലക്ഷം രൂപ എണ്ണി ലിക്വിഡ് മണിയായിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കാറുണ്ട്. അതല്ലാതെ കാർ കൊടുക്കാറുണ്ട്. ഇനിയിപ്പം വസ്തുവകകൾ അങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞങ്ങൾ പക്ഷേ സ്വർണം മാത്രം കൊടുക്കാറില്ല, ബാക്കിയുള്ളതെല്ലാം കൊടുക്കും.
ആറാമതായി വരുന്ന ഒരു ആചാരമാണ് ഏറ്റവും വലിയ കോമഡി. ഇവരതിനെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാണ് പേരിട്ട് വിളിക്കുന്നത്. ന്യൂ ഇയർ മീറ്റിങ്ങുകൾ. ന്യൂ ഇയറിന് കാത്തിരുന്ന് പാസ് ഓവർ മീറ്റിംഗ്സ് ഇവർ സ്ഥിരം നടത്താറുണ്ട്. 2025 ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണെങ്കിൽ രാത്രി ഒരു 9 മണി 8 മണിക്ക് പ്രാർത്ഥന തുടങ്ങി 12 മണിക്ക് ശേഷം പുതിയ വർഷത്തിനെ വരവേൽക്കുന്നത് വരെ പുതുവർഷ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഇവരാണ് പറയുന്നത് ഞങ്ങൾ ക്രിസ്മസിനെ ആഘോഷിക്കാത്തത് ക്രിസ്മസ് ഡേറ്റ് ഒന്നും കൃത്യമല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ഈ മഹാന്മാരായ പെന്തക്കോസ്തുകാരോട് ചോദിക്കാനുള്ളത്, ബൈബിൾ എഴുതിയ സമയത്തോ യേശുക്രിസ്തു ജീവിച്ചിരുന്ന സമയത്തോ നമ്മൾ ഇന്ന് ഈ പിന്തുടരുന്ന കലണ്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നീ കാണുന്ന പുതിയൊരു വർഷം വരുന്നു, അല്ലെങ്കിൽ വർഷങ്ങളെയും മാസങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒരു സാധനം ബൈബിളിൽ പറയാത്തപ്പോൾ കലണ്ടർ പോലും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട സാധനമല്ലേ? അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയൊരു വർഷമാണ് വരുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? ബൈബിളിൽ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ പുതുവർഷമാണ് വരുന്നതെന്ന് പറഞ്ഞ് പുതുവർഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശുദ്ധീകരണ മീറ്റിങ്ങുകളും നടത്തി പുതുവർഷത്തിനെ വരവേൽക്കാനായിട്ട് ഒരു രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ച് പിള്ളേരൊക്കെ കഷ്ടപ്പെട്ടാണ് അതിനകത്തിരിക്കുന്നത്. ഈ ഒരു പരിപാടി നടത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മനസ്സിലാകുന്നില്ല. പെന്തക്കോസ്തുകാരാ മനസ്സിലാകുന്നില്ല. ഈ ന്യൂ ഇയറിനോട് സമാനമായിട്ടുള്ളതാണ് അടുത്ത ഇവരുടെ ഒരു ദുരാചാരം, ഈസ്റ്റർ പ്രാർത്ഥന. ഈസ്റ്ററിന് ഒരാഴ്ച നീണ്ട ഉപവാസ പ്രാർത്ഥന നമ്മളുടെ പെന്തക്കോസ്തുകാർ നടത്താറുണ്ട്. ഈ ഈസ്റ്റർ ആ ഒരു സമയത്തായിരുന്നു എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഞങ്ങൾ എല്ലാ ദിവസവും യേശുക്രിസ്തുവിൻ്റെ ജനനവും ഉയർപ്പും ആഘോഷിക്കുന്നവരാണെന്ന് പറയുന്ന നിങ്ങൾക്ക് എന്തിനാണ് ഈസ്റ്ററിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു പ്രാർത്ഥന? ഒരാവശ്യമില്ലാത്ത കാര്യമല്ലേ അത്? എന്തുകൊണ്ട് ആചാരമല്ലാതിരിക്കുന്നു? ക്രിസ്മസ് ഇച്ചീച്ചിയാണെങ്കിൽ ഈസ്റ്ററും ഇച്ചീച്ചി ആക്കേണ്ട കാര്യം തന്നെയാണ്. അവസാനമായി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്, ഇവർക്ക് പനിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും, ഇവർ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന വലിയ കൊടികുത്തിയ ടീമുകളാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നമ്മുടെ പാസ്റ്റർ ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് പറയും, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തേ സഹോദരി. അപ്പോൾ സഹോദരി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ആ ഒരു വെള്ളം പ്രാർത്ഥിച്ചിട്ട് വെള്ളം ആ കുട്ടിക്ക് അങ്ങോട്ട് കൊടുക്കുക. ആ വെള്ളം കുടിച്ച് കഴിയുമ്പോഴേക്കും കുട്ടിക്കുള്ള സകല പ്രശ്നങ്ങളും മാറിക്കോളും എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ബൈബിളിൽ എവിടെയാണ് ഇങ്ങനൊരു സാധനമുള്ളത്? വെള്ളം പ്രാർത്ഥിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും എന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഞാനിപ്പോൾ പറഞ്ഞ ഈ 8 ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാ പെന്തക്കോസ്ത് സഭകളിലും വളരെ കോമണായി നിലനിൽക്കുന്നതാണ്. ഞാൻ വളരെ സ്വാഭാവികമായി കണ്ടിട്ടുള്ള ആചാരങ്ങൾ തന്നെയാണ്. ഇത് മാത്രമല്ലാതെ ഇതിനു പുറത്ത് വളരെയധികം ആചാരങ്ങൾ ഇവർക്കുണ്ട്. ഞാൻ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ആചാരങ്ങൾ ഇതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 8 എണ്ണം മെയിനായിട്ട് എടുത്തിട്ട് ഇവിടെ സംസാരിച്ചത്. അപ്പോൾ ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാൻ പോകുമ്പോൾ മറ്റുള്ളവരെല്ലാം മോശപ്പെട്ടവരാണ്, ഞങ്ങൾ മാത്രമാണ് ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നവർ, മറ്റുള്ളവരെല്ലാം ദുരാചാരങ്ങളും ആചാരങ്ങളും ബൈബിളിലില്ലാത്ത കാര്യങ്ങളും ഫോളോ ചെയ്യുന്നവരാണ് എന്നൊക്കെ വലിയ വായിൽ അട്ടഹസിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ പോകാൻ. ഇത്രയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദുരാചാരങ്ങളും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഞങ്ങളാണ് വിശ്വാസത്തിൻ്റെ കൊടുമുടിയെന്നും ബാക്കിയുള്ളവരെല്ലാം എന്തോ മോശപ്പെട്ടവരാണെന്നും അവർ ദുരാചാരങ്ങളുടെ കേന്ദ്രമാണെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇവരിങ്ങനെ മറ്റുള്ള വിശ്വാസങ്ങളെ അടിച്ചാക്ഷേപിച്ച് അവർ മോശക്കാരാണ്, അവരുടെ ആചാരങ്ങളെല്ലാം മോശമാണ്, ഞങ്ങൾ മാത്രം ബൈബിൾ ഫോളോ ചെയ്യുന്നവർ എന്ന് പറയുന്നത് ഇവരെ എപ്പോഴും ഇങ്ങനെ സുപ്പീരിയർ ആക്കി വെക്കാനാണ്. ഞങ്ങൾ കൃത്യമായും ബൈബിള് യേശുക്രിസ്തു പറഞ്ഞതും കാര്യങ്ങളും മാത്രം അനുസരിക്കുന്നവർ, അപ്പോൾ ഇത് അനുസരിക്കാത്ത ബാക്കിയുള്ളവരെന്ന് പറയുമ്പോഴത്തേനും അവർ മോശപ്പെട്ടവർ. സ്വന്തമായി പറഞ്ഞ് ആശ്വസിക്കാനും വിശ്വാസികൾക്ക് ഒരു സൈക്കോളജിക്കലി ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് തോന്നാനുമായിട്ടാണ് ഇവർ മോസ്റ്റ് ഓഫ് ദ ടൈം ബാക്കിയുള്ളവരെ എല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്യുന്ന സാമുദായിക സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, ഞങ്ങളാണ് ബൈബിൾ പറയുന്നത് അക്ഷരം പ്രതി വള്ളി പുള്ളി തെറ്റാതെ ഫോളോ ചെയ്യുന്ന എന്ന് പറയുന്നത് ഈ ഒരു സുപ്പീരിയോറിറ്റി ഫീലിംഗ് അവരിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ്. അതുവഴി മറ്റുള്ളവരെല്ലാം നാമധേയ ക്രിസ്ത്യാനികളാണെന്നും നമ്മളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രത മാത്രമാണ് ഇവരുടെ ഈ ഒരു ക്ലെയിമും കാര്യങ്ങളും. യഥാർത്ഥത്തിൽ ഇവരും എല്ലാവിധ ആചാരങ്ങളും ദുരാചാരങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെയാണ്. ഇതുവഴി മറ്റുള്ള ക്രിസ്തീയ ഗ്രൂപ്പുകാരെ അടിച്ചാക്ഷേപിക്കുന്നതും നമ്മളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളെന്നും പറയുന്നതിനപ്പുറം ഇതിലുള്ളിൽ നിൽക്കുന്ന വിശ്വാസികളെയും ഇവർക്ക് എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയുന്നതോടുകൂടി ഞങ്ങൾ ഫോളോ ചെയ്യുന്നതിന് പുറത്തുള്ളതെല്ലാം പാപവും മോശവും ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളുമായി മാറിക്കഴിഞ്ഞു.
ഇപ്പോൾ ക്രിസ്മസ് ഇവർക്ക് ആഘോഷിക്കാൻ പറ്റാത്ത മോശമായിട്ടുള്ള പാപമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി ഇവർ കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസി, ഉള്ളിൽ നിൽക്കുന്ന വിശ്വാസി ക്രിസ്മസ് ആഘോഷിച്ചു കഴിഞ്ഞാൽ അവൻ പാപിയായി മാറി. അപ്പം മറ്റുള്ള ക്രിസ്ത്യാനികളെ അടച്ചാക്ഷേപിക്കാനും ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് വരുത്തി തീർക്കാനും ഉള്ളതിൻ്റെ കൂടെ തന്നെ ഇവരുടെ ഉള്ളിൽ നിൽക്കുന്ന വിശ്വാസികളെ തന്നെ ഏറ്റവും എഫക്റ്റീവായി കൺട്രോൾ ചെയ്യാൻ കൂടിയാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നത്. എന്തായാലും ഇത് കാണുന്ന പെന്തക്കോസ്ത് സഹോദരങ്ങൾ ഞാനീ പറഞ്ഞിരിക്കുന്ന 8 ദുരാചാരങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നീ കാര്യങ്ങൾ ബൈബിളിൽ എവിടെയാണ് എന്ന് കൃത്യമായും പറഞ്ഞു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും കെട്ടിപ്പിടിച്ച് വീട്ടിലിരിക്കുക. മറ്റുള്ള എല്ലാവരെയും പോലെ തന്നെ, മറ്റുള്ള ഏത് മതവിശ്വാസം പോലെയും തന്നെ ആചാരങ്ങളും ദുരാചാരങ്ങളും നിറഞ്ഞ ഒരു അന്ധവിശ്വാസം തന്നെയാണ് നിങ്ങളുടെ പെന്തക്കോസ്തും. അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.